ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല, മക്കളോട് സംസാരിക്കാൻ സമയമില്ല. മക്കള് വാപ്പായുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. കാരണം എന്താ? വാപ്പ മക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കാലം കുറയായി. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്താ? നിങ്ങൾക്ക് എന്നോട് വർത്തമാനം പറയാൻ നേരമില്ലല്ലോ. എന്താ വർത്തമാനം പറയാൻ നേരമില്ലാത്തത്? മുഴുവൻ സമയവും വാട്സാപ്പിലാണ്, മുഴുവൻ സമയവും മൊബൈൽ ഫോണിലാണ്. മൊബൈലിന്റെ ഒച്ച കേട്ടാൽ ഭർത്താവിന് വലിയ ആവേശമാണ്. ചില പെണ്ണുങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് ഇത്ര വലിയ ആവേശമില്ലല്ലോ സംസാരിക്കാനെന്ന്, ഫോണ് വന്നാൽ എന്തൊരാവേശമാണ് എന്ന്. ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും വലിയ ബേജാർ എന്താണെന്നറിയ, പറയുന്ന ആളെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കും. അതല്ല കേട്ടോ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. രാത്രി 12 മണി കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങുമ്പോഴാണ് പെട്ടെന്ന് വാട്സപ്പിന്റെ ടോണ്. എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഉറക്കത്തിൽ നിന്ന് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുകയാണ്. നോക്കുമ്പോൾ തൊട്ടടുക്കൽ കിടക്കുന്ന ഭാര്യ മെസ്സേജ് ചെയ്തതാണ്, നിങ്ങൾ ഒന്ന് നീങ്ങിക്കിടക്കുമോ, ഞാനൊരു 10-20 മിനിറ്റായി നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട്. വാട്സപ്പിൽ വിട്ടാൽ ഉണരും, നീങ്ങിക്കിടക്കും. നേരെ വിളിച്ചാൽ ഉണരാത്ത കാലഘട്ടം. ഇന്നിപ്പോ പഴയ പോലെ സിനിമയെക്കുറിച്ചും സീരിയലിനെ കുറിച്ചൊന്നും TV-യെ കുറിച്ചൊന്നും വാള് പറയേണ്ടതില്ല എന്നപ്പോ പറയാറുള്ളത്. കാരണം അതിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും സ്വകാര്യമായ ലോകത്ത്. എന്താ അതിലൂടെ സംഭവിക്കുന്നതെന്നറിയോ? നമ്മളുടെ വീടുകളിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന അതുണ്ടാകുന്നില്ല. നമ്മുടെ വീടുകൾ സ്വർഗമായി മാറുന്നില്ല. സ്വർഗത്തിലേക്കുള്ള ഇടമായി നമ്മുടെ വീടുകളിൽ ഒരു സംരംഭങ്ങളും ഉണ്ടാകുന്നില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഞാൻ പറയട്ടെ, നമ്മളുടെ മക്കളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, അല്ലേ? കാരണം മക്കൾ മദ്രസയിൽ നിന്ന് പഠിച്ചു ഒളൂ ചെയ്താൽ ഒളൂവിന് ശേഷമുള്ള ദുആ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മോൻ ഇങ്ങനെ വന്നിട്ട് ദ്വാരക്കുന്നുണ്ട്. ഇന്ന് ഉസ്താദ് മദ്രസ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദ്വാരക്കുകയാണ്. വാപ്പത് കാണുകയാണ്, ഉമ്മത് കാണുകയാണ്, ഉമ്മയും പഠിക്കുകയാണ്. ഉമ്മത് പണ്ട് പഠിച്ചിരുന്നു, മറന്നു പോയതാണ്, മക്കളിൽ നിന്ന് പഠിക്കേണ്ടി വരും. അതാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഭർത്താവിൽ നിന്ന് ഭാര്യ പഠിക്കുകയാണ്, ഭാര്യയിൽ നിന്ന് ഭർത്താവ് പഠിക്കുകയാണ്. അങ്ങനെ അവിടെയെല്ലാം റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ടവർ സ്വഹാബത്തുൽ കിറാമിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. സ്വഹാബികൾ അത് പഠിക്കും, തങ്ങളുടെ ഭാര്യമാരോട് പോയി പറയും, അവർ പഠിക്കും, അവരെ തങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുന്ന് പഠിപ്പിച്ചു മനോഹരമായ ഒരു പ്രാർത്ഥന. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, നിങ്ങൾക്കൊരു മുസീബത്ത് വന്നാൽ, നിങ്ങൾ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യണേ. എങ്ങനെ ദുആ ചെയ്യണേ? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഈ വിപത്തിൽ എനിക്ക് നീ കാവൽ നൽകണം. ഇതിനേക്കാൾ ഉത്തമമായ ഒരവസ്ഥയെ എനിക്ക് നീ നൽകുകയും വേണം. ഇങ്ങനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളതിൽ പരിതപിക്കുകയല്ല, നിങ്ങളതിൽ അല്ലാഹുവിനെ സംശയിക്കുകയല്ല, നിങ്ങളതിൽ ആരെങ്കിലും ശപിക്കുകയല്ല. നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബികളുടെ കൂട്ടത്തിൽ മുഹമ്മദുർ റസൂലിന്റെ പ്രിയങ്കരനായ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ബഹുമാനപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരനായ ഒരു സ്വഹാബി. തന്റെ വീട്ടിലേക്ക് പോയി തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അബൂ സലമ റളിയല്ലാഹു അൻഹു, സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയായ ഉമ്മു സലമയോട് പറഞ്ഞു, പെണ്ണേ, ഇന്ന് പ്രവാചകൻ ഇങ്ങനെ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആയുടെ രൂപം ഇങ്ങനെയാണ്: നിങ്ങൾക്കൊരു വിപത്ത് വന്നാൽ, നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, നിങ്ങൾ ഇങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അങ്ങനെ ആ ദുആ അവരങ്ങ് പഠിച്ചു. അങ്ങനെയാ വേണ്ടത്. നിങ്ങളൊന്ന് പോയി പണി നോക്കിയാണ് ഈ നേരം ചെയ്യാത്ത നേരത്തെ ഒരു ദുആ പഠിപ്പിക്കുക എന്ന് ചോദിക്കാതെ അവരതങ്ങ് പഠിച്ചെടുത്തു. കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളെയും വല്ലാതെ ദുഃഖഭരിതമാക്കിക്കൊണ്ട്
അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സങ്കടം അവളുടെ പിതാവ് മരിക്കലല്ല, അവളുടെ മക്കൾ മരിക്കലല്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൗവനത്തിൽ അവരുടെ ഭർത്താവ് വിട പറയുക എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. തന്റെ താങ്ങായ ആൾ, തന്റെ തണലായ ആൾ, തന്റെ രാവുകളെ പകലാക്കിയ ആൾ, എല്ലാ സങ്കടങ്ങളിലും തനിക്ക് സാന്ത്വനമേകുന്നയാൾ ലോകത്തോട് വിട പറയുന്നത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നേരിട്ട ഉമ്മമാരിവിടെ ഉണ്ടാകും. അങ്ങനെ നേരിട്ട ഉമ്മമാരുടെ മക്കൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെയൊക്കെ നാടുകളിൽ എത്രയോ ആളുകളുണ്ട്. നമ്മളുടെ ഉമ്മമാരൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ആ സമയത്ത് പാടത്ത് പണിക്ക് പോകുന്നവർ. വിനീതനായ ഞാനൊരു സ്ഥലത്ത് പ്രസംഗത്തിന് വേണ്ടി പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പോയപ്പോ ആ സഹോദരന്റെ വീട്ടിൽ അയാളുടെ ഉമ്മയുണ്ട്, വയോവൃദ്ധയായ ഉമ്മ. ആ ഉമ്മയുടെ കഴുത്തിൽ നിറയെ ആഭരണങ്ങൾ, ആ ഉമ്മയുടെ കൈകളിൽ നിറയെ വളകൾ. അതൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു വളരെ വൃദ്ധയായ ഒരു ഉമ്മ. പക്ഷേ സാധാരണ സ്ത്രീകളെക്കാൾ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ആ ഉമ്മ എന്നോട് എന്തോ പറഞ്ഞു ദുആ ചെയ്യാനൊക്കെ പറഞ്ഞവർ അകത്തേക്ക് പോയി. ആ സഹോദരൻ അയാളുടെ കഥ എന്നോട് പറയാണ്. അയാൾ 8ാമത്തെ വയസ്സിൽ അയാൾ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അയാളുടെ ഉപ്പ ലോകത്തോട് വിട പറഞ്ഞുവെത്രേ. അയാൾക്കൊരു അനുജനും ഒരു അനിയത്തിയും. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പരിപാലിക്കാൻ ആളില്ല, ഏറ്റെടുക്കാൻ ആളില്ല, നോക്കാൻ ആരുമില്ല. ഇയാള് പറയാണ്, ഞാൻ കാണുന്നത് പിന്നെ എന്റെ ഉമ്മ പാടത്ത് പണിക്ക് പോകുന്നതാണ്, പറമ്പിൽ പണിക്ക് പോയി. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോ എന്റെ നാട്ടിലുള്ള റോഡ് പണി നടക്കുന്ന കാലമാണ്. ആ റോഡിലേക്ക് വലിയ വലിയ കൊട്ടകളിൽ കല്ലുകളേറ്റി, കരിങ്കല്ലുകളേറ്റിയിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ കൊണ്ടുപോയിട്ടിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊരു തുള്ളി ഭക്ഷണം, ഒരു തുള്ളി കഞ്ഞി തരാൻ, ഒരൽപ്പം ചോറ് തരാൻ എന്റെ ഉമ്മ അധ്വാനിച്ചു. എന്റെ ഉമ്മയുടെ നെറ്റിത്തടം വിയർത്തു. ചെറുപ്പത്തിൽ ഞാൻ എന്റെ ഉമ്മയെ കാണുമ്പോ ഒരു തരി പൊന്നുപോലും എന്റെ ഉമ്മയുടെ കാതിലോ കഴുത്തിലോ ഇല്ല. ഞാൻ പഠനം നിർത്തിയിട്ട് ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി. 50 രൂപയും 100 രൂപയും ഒക്കെ വൈകുന്നേരം ഞാൻ എന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. എന്റെ പെങ്ങളും എന്റെ അനിയനും ഒക്കെ വളർന്നു വന്നു. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നല്ലൊരു വീടുണ്ടാക്കണം, നല്ല വാഹനം വാങ്ങണം. എന്റെ ഉമ്മയുടെ കാതിലും കഴുത്തിലും കൈകളിലും സ്വർണങ്ങൾ കൊണ്ട് മൂടണം. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്തതിനാൽ, വിധവയായ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനാൽ മുഴുവൻ സങ്കടങ്ങളും മടക്കി വെച്ചിട്ട് മക്കളായ ഞങ്ങളെ പോറ്റാൻ വേണ്ടി പാടത്ത് പണിക്ക് പോയ എന്റെ ഉമ്മയെ പോറ്റാൻ വേണ്ടി ഞാൻ പണിക്കിറങ്ങിയതിനാൽ അള്ളാഹു എന്നെ സ്വീകരിച്ചു. ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് എന്റെ വീടാ, ഏറ്റവും നല്ല വാഹനം എന്റെ അടുക്കലാണ്. എന്റെ ഉമ്മാക്ക് ഞാൻ എത്രയോ സ്വർണ്ണാഭരണങ്ങൾ എന്റെ ഉമ്മയുടേതായിട്ടുണ്ട് എന്ന് പറയുമ്പോ ഞാൻ ഓർത്തുപോയത് ഒരു ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, അനവംറഅതുൻ സുഫആഉൽ ഖദ്ദൈൻ. ഞാനും ഒരു പെണ്ണും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. ആ പെണ്ണിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ കവിളുകൾ ചുവന്നു പോയിട്ടുണ്ട്. എങ്ങനെയാണ് ചുവന്നു പോയത്? അവളുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾക്ക് സൗന്ദര്യമുണ്ട്, അവൾക്ക് ആരോഗ്യമുണ്ട്. പക്ഷേ ആ വിവാഹത്തിലൂടെ അവൾക്കുണ്ടായ അനാഥനായ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ വേണ്ടി മറ്റൊരു കല്യാണം നടത്താതെ ക്ഷമിച്ചു നിന്ന പെണ്ണുണ്ടല്ലോ. ഞാനും അവരും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ഉമ്മമാരുടെ മക്കൾ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ മക്കൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ സലമ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഉമ്മു സലമക്ക് സങ്കടമായി, സ്വഹാബികൾക്ക് സങ്കടമായി. അവരെല്ലാവരും ആ സങ്കടക്കടലിൽ നീന്തുമ്പോ ഉമ്മു സലമ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു വചനം ഓർമ്മ വരികയാണ്. ഏത് വചനം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ നിങ്ങൾ അള്ളാഹിനോട് ഇങ്ങനെ ദ്വാരക്കണേ.
എങ്ങനെ? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി, പടച്ചോനെ ഈ ഒരു വിപത്തിൽ എനിക്ക് നീ കാവൽ താ. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ദുആ അങ്ങ് ദുആ ചെയ്തു. ചെയ്ത് 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 എന്താണ്? പടച്ചോനെ ഇതിനേക്കാളും എനിക്ക് നല്ലത് തരണേ. ഇവര് തന്നെ പറയുന്നുണ്ട്, ഞാനത് ദുആ ചെയ്യുമ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഇതിനേക്കാൾ നല്ലത് എനിക്ക് എവിടുന്ന് കിട്ടാനാണ്? മൻ യകൂനു ലി ഖൈറൻ മിൻ അബീ സലമ, അബൂ സലമയേക്കാൾ നല്ല ഒരാളെ എനിക്ക് ഇനി എവിടെ നിന്ന് കിട്ടാനാണ്? പക്ഷേ അവര് പറയുന്നു, ഫലമ്മൻ ഖലത് ഇദ്ദതി ഖാതബനി റസൂലുള്ളാഹ്, എന്റെ ഇദ്ദ കഴിയേണ്ട താമസം എന്നെ കല്യാണം അന്വേഷിച്ചു അബൂ സലമ എന്നല്ല, തൂക്കു ജാമൻ കൂജാ, തൂക്കു ജാമൻ കൂജാ. നബിയെ നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ എവിടെയാണ്? തു അമീറേ ഹറം മൈ ഫഖീറേ അജം, അങ്ങ് ഹറമുകളുടെ നായകനാണ്, ഞാൻ അനറബികളിലെ ഒരു ദരിദ്രനാണ്. ഇൽഹാം ഹേ ജാമാ തേരാ ഖുർആൻ ഇമാമാ ഹേ തേരാ. നബിയെ അങ്ങയുടെ വസ്ത്രം പരിശുദ്ധമായ ഖുർആനാണ്, അങ്ങയുടെ തലപ്പാവായിട്ട് അങ്ങ് അണിഞ്ഞിരിക്കുന്നത് പരിശുദ്ധമായ ദിവ്യബോധനങ്ങളാണ്. മിമ്പർ തേരാ അർശേ ബരി യാ റഹ്മത്തൽ ലിൽ ആലമീൻ. കരുണാവാനായ പ്രവാചകരാണ് ഉമ്മു സലമയെ കല്യാണം ആലോചിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഉമ്മയായി, ഉമ്മുൽ മുഅ്മിനീനായി ഉമ്മു സലമ വാഴ്ത്തപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ വീടുകൾ, നമ്മുടെ മദ്രസകൾ സ്വർഗത്തിലേക്കുള്ള ഇടമാക്കണം നമ്മൾ. റൗളത്തും മിൻ റിയാദിൽ ജന്നാ. ഒരു ഹദീസ് കൂടെ ഞാൻ ഉദ്ധരിക്കട്ടെ. ഹബീബായ പ്രവാചകര് പറയുകയാണ്, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു. ഫഇദാ ഫീഹി റുമൈസ, ഞാൻ അവിടെ റുമൈസയെ കണ്ടു. ഇംറഅതു അബീ ത്വൽഹ, അബൂ ത്വൽഹയുടെ ഭാര്യയായ റുമൈസയെ ഞാൻ അവിടെ കണ്ടു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊക്കെ റുമൈസയെ പോലെ സ്വർഗത്തിൽ കടക്കണ്ടേ? സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ നേതാക്കൾ 4 ആളുകളാണ്. അവരിൽ 2 ആളുകളെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ. വിശ്വസിച്ച ആളുകൾക്ക് മുഴുവൻ അവർ മാതൃകയാണല്ലോ. ആസിയ ബീവിയും മറിയം ബീവിയും ബഹുമാനപ്പെട്ട ഖദീജ ബീവിയും ഫാത്തിമ ബീവിയും. അവിടുന്ന് പറയാണ്, ഞാൻ സ്വർഗത്തിൽ റുമൈസയെ കണ്ടു. റുമൈസയെ എന്തുകൊണ്ടാ കണ്ടത്? റുമൈസയുടെ പേര് ഉമ്മു സുലൈം എന്നായിരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. എല്ലാവരും ഒന്ന് പറയൂ, സയ്യിദത്തുനാ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. സ്വർഗത്തിലൊരു പെണ്ണ് കിടക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ പ്രത്യേകം. ഒരൊറ്റ ഉദാഹരണം പറയാം. മുഹമ്മദുർ റസൂൽ മദീനയിൽ വന്നപ്പോൾ ഓരോരുത്തർ റസൂലുള്ളാഹിക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. എന്താ സമ്മാനം? ഓരോരുത്തർ ഓരോന്ന്. ചിലർ കാരക്ക, ഈത്തപ്പഴം, ഭക്ഷണം. ഓരോരുത്തർ വീട്ടിലേക്ക് വിളിക്കുന്നു. ഉമ്മു സുലൈമും വന്നു ഒരു സമ്മാനവുമായിട്ട്. എന്താ സമ്മാനം? തന്റെ മകൻ. നബിയെ, നിങ്ങൾക്കുള്ള സമ്മാനം എന്റെ മകനാണ്. സ്വർഗത്തിൽ അങ്ങനെ കിടക്കണം. എന്റെ അച്ഛനമ്പലത്ത് 80 ലക്ഷത്തോളം രൂപ ചെലവാക്കി മദ്രസ ഉണ്ടാക്കിയ നിങ്ങൾക്ക് എന്റെ റുമൈസയുടെ മാതൃക പാലിക്കാൻ കഴിയില്ലേ? നിങ്ങൾക്കതാവാം. എങ്ങനെ? കൃത്യമായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ, ഭൗതികമായ താല്പര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുമ്പോ, ആ മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞേച്ചിട്ട് അവരുടെ ഖുർആൻ പാരായണവും ഇബാദത്തുകളും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോ, അത് റുമൈസ ബീവി ചെയ്തതിന്റെ ഒരു രൂപമാണ്. തന്റെ മകനായ അനസ് ബിൻ മാലിക്കിനെ കയ്യിൽ പിടിച്ചിട്ട്, നബിയെ, ഇത് നിങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവേ, എന്റെ മോൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നയാളാണ്. അതിൽ കുറച്ചും കൂടെ അപ്പുറത്തുണ്ട്.
അതാരാണ്? ഞാൻ എൻ്റെ കാര്യം പറയല്ല. 10ാമത്തെ വയസ്സിലാണ് ദാറുൽ ഹുദയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. ഇപ്പം എൻ്റെ മോന് 9 വയസ്സായി, 5ാം ക്ലാസ്സിലാണ്. ഞാൻ എന്ന് പറയാൻ തുടങ്ങിയതാണെന്നറിയോ, പക്ഷേ വീട്ടുകാർക്ക് എന്തൊരു സങ്കടമാണ്. വീട്ടിലുള്ളവരത് പറയുമ്പോൾ ദേഷ്യപ്പെടും. അയ്യോ ഇത്ര ചെറുപ്പത്തിലോ? അപ്പൊ ഞാന് പിന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മളുടെ കുട്ടികൾ ഞാൻ ദാറുൽ ഹുദയുടെ ഒരു സ്ഥാപനത്തിൽ പിന്നെ ഉസ്താദാണ്. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് കുട്ടികളെ കാണുമ്പോൾ കുട്ടികളുടെ അമ്മമാരും വാപ്പാരൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും, പടച്ചോനെ നമ്മളുടെ അമ്മക്ക് ഈ ജാതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ഞാനും 10ാമത്തെ വയസ്സിൽ പോയതല്ലേ, 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയതല്ലേ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഒരിക്കൽ ഞാൻ അമ്മാനോട് ചോദിച്ചു, അമ്മ നിങ്ങൾക്ക് നമ്മളോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ, അതെന്താണ് അങ്ങനെ പറയണത്? അല്ലേ, ഞാൻ പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു പരാതി, കാരണം നമ്മൾ പോയിട്ട് ദാറുൽ ഹുദയിൽ പോയിട്ട് ഓരോ ലീവിനും പേരിൽ ഞാൻ ഞങ്ങോട്ട് പോകുന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഓരോ ലീവിനും വരെ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഈ മക്കളോടൊക്കെ ചോദിച്ചറിയും ഞാൻ ഞങ്ങോട്ട് പോകുന്നില്ലയോ എന്ന് പറഞ്ഞ് കരയും. അപ്പം മാടവക ഓരോ പ്രസംഗങ്ങൾ, ഓരോ വർത്തമാനങ്ങൾ ഉണ്ടാവും. നീ ഈ മാസം കൂടെ പോ, അടുത്ത കൊല്ലം കൂടെ പോ. അപ്പൊ പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഉമ്മ പറയണത്, ആരാ പറഞ്ഞത്? നീ അങ്ങ് പോയാൽ, നീ ഇവിടെ നിന്ന് പോകുമ്പോൾ വാതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഉമ്മാക്ക് ഒരു കരച്ചിലുണ്ടാവും, നമ്മളത് കാണൂല. ഈ ഉസ്താദുമാരുടെ ഒക്കെ കഥ അതാണ്. ഇവിടെ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളെ, നിങ്ങളുടെ ഉമ്മമാരുടെ വാതിലിന്റെ പിന്നിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങൽ നിങ്ങൾ കണ്ടിട്ടില്ല. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടായിട്ട് അവർ പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യ കരയുന്നത് നിങ്ങളൊന്ന് കാണണം. അപ്പോഴാണത് കാണുക. ഉമ്മമാരാ കരച്ചിൽ നമ്മളെ കാണിച്ചില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ഇങ്ങനെ ഈ സമുദായത്തോട് സംസാരിക്കുന്നു, ദീനിന്റെ ഖിദ്മത്തുകളിൽ ഏർപ്പെടുന്നു. അങ്ങനെയാണ് അവര് ചെയ്ത പണി. എന്താ? അവർ ഈ റുമൈസ ബീവി ചെയ്തതല്ലേ ചെയ്തത്? മുഹമ്മദ് അലി ഖാസിമിയെ അവിടുത്തെ ഉമ്മ ചെയ്തതല്ലേ? എന്തേ? ദീൻ പഠിക്കുക. അച്ഛനമ്പലത്ത് കുറച്ചും കൂടെ ഹുദവികൾ ഉണ്ടായിക്കൂടെ? അച്ഛനമ്പലത്ത് കുറച്ചുകൂടെ വാഫികൾ ഉണ്ടായിക്കൂടെ? അതിന്റെ സമയാണിപ്പോ. വാഫിക്കും വഫിയക്കൊക്കെ അപേക്ഷിക്കേണ്ട സമയാണിപ്പോ. ദാറുൽ ഹുദയിലേക്ക് അപേക്ഷിക്കേണ്ട സമയത്ത് ആവാൻ പോവാണ്. ഒരു മടിയും കാണിക്കരുത്. ഇവിടെ വന്നു പോയല്ലോ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനാണ്. പക്ഷേ ഉസ്താദ് അതേതെങ്കിലും രീതിയിലുള്ള ആരെങ്കിലും പറഞ്ഞോ മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചോ ഉണ്ടാക്കിയെടുത്ത ഒരു നേട്ടമല്ല. ഉസ്താദിന്റെ അധ്വാനത്തിലൂടെ, ഉസ്താദിന്റെ ഗുരുവര്യന്മാരുടെ ഏറ്റവും ഉന്നതമായ പൊരുത്തത്തിലൂടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അറിവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവൻ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് അവറുകൾക്ക് തസ്നീഫാത്തുകളുണ്ട്. പരിശുദ്ധമായ ഖുർആനിന് അവിടുന്ന് അർത്ഥമെഴുതുകയും അതിന്റെ വ്യാഖ്യാനങ്ങൾ ബഹുമാനപ്പെട്ടവർ എഴുതുകയും ചെയ്തിട്ടുണ്ട്. കർമ്മശാസ്ത്രത്തിൽ അറബി ഭാഷയിൽ ബഹുമാനപ്പെട്ടവർക്ക് ഫിഖ്ഹുൽ അത്ഫാലുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന മനോഹരമായ ഹദീസിന്റെ സമാഹാരം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. തസവ്വുഫിന്റെ ഉന്നതമായ ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയെ കുറിച്ച് പഠനം നടത്തിയതിനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബഹാവുദ്ദീൻ ഉസ്താദ് അവറുകൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്. ആയിരക്കണക്കിന് വരുന്ന ഹുദവി പണ്ഡിതന്മാരുടെ ഉന്നതനായ അധ്യാപകനായി, ഉസ്താദായി, മാർഗദർശിയായി നിലകൊള്ളുന്ന ആ മഹാനിൽ നിന്ന് നമുക്കൊക്കെ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം, അധർമ്മത്തിനെതിരായി ഒരു പ്രതിസന്ധിയെയും വകവെക്കാതെ, ഒരു എതിർപ്പിനെയും കൂസാതെ വളരെ ശക്തമായി സമസ്തയുടെ മുന്നിൽ നിന്ന് ഇന്ന് ഈ സമുദായത്തെ നയിക്കുന്നു എന്നതാണ്. ഉസ്താദിനോട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് എന്തിനാണ് വെറുതെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പോണത്? പ്രശ്നമല്ല. ഉസ്താദ് പറയും, സത്യം എങ്ങനെയാണ് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുക? ഉസ്താദിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് എങ്ങനെ ഓരോന്നിനും ഇറങ്ങുമ്പോ എതിർപ്പുകൾ വരും? നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. ആലുവയിൽ ഒരു കള്ളത്തൊരീക്കത്ത് ഉണ്ടായിരുന്നു. അതിന്റെ ആള് പടുത്ത് മരിച്ചുപോയി. ആലുവ തൊരീക്കത്ത് എന്ന് പറയും. ശരിയാത്തുമില്ല, തൊരീക്കത്തുമില്ല, അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളാണ് അതിന്റെ ആളുകൾ. ഞാനിപ്പോ അതിലേക്ക് കിടക്കില്ല. അതിനെതിരായി അത് തെറ്റാണെന്ന് ആർജവത്തോടെ പറയാൻ ഈ സമുദായത്തിൽ ആദ്യമായി
തന്റെ നാവ് ഉപയോഗിച്ചത് ഞങ്ങളുടെ അഭിവന്ദ്യനായ ഗുരുവര്യരായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും പിൽക്കാലത്ത് കേരളത്തിൽ വിവാദമായ ഒട്ടനേകം സംഗതികൾ ബഹുമാന്യരായ ബഹാവുദ്ദീൻ ഉസ്താദിന്റെ ഈ കാലഘട്ടത്തിലെ ആ മാർഗദർശനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ദാറുൽ ഹുദയിലേക്ക് പോകാനുള്ള സമയമാണ്. വാഫി കോഴ്സിലേക്ക് പോകാനുള്ള സമയമാണ്. അവിടേക്കൊക്കെ മക്കളെ സമർപ്പിക്കുന്നവരുണ്ടല്ലോ, മറ്റൊന്നുമല്ല, അവര് ചെയ്യുന്ന പണി എന്താണ്? ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം തന്റെ പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിന്റെ ഹബീബിന് സമ്മാനിച്ചതാണ്. ഹബീബായ പ്രവാചകന് 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് സാധ്യമായി. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതാണ് സ്വർഗത്തിൽ ഞാൻ റുമൈസയെ കണ്ടു. സ്വർഗത്തിൽ ഞാൻ ഒരു കാൽപ്പാടത്തിന്റെ ശബ്ദം കേട്ടു. ഞാൻ നോക്കിയാരാണത്? ഫഇദാ ഹുവ ബിലാൽ. അത് നമ്മുടെ ബിലാലായിരുന്നുവല്ലോ. ഞാൻ അവിടെ ഒരു കൊട്ടാരം കണ്ടു. അതിന്റെ കമനീയത കണ്ടപ്പോ, അതിന്റെ മനോഹാരിത കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അല്ലാ, ഇതെനിക്കുള്ള ഒരു കൊട്ടാരമാണോ? അപ്പോഴാണ് അവിടെ വെച്ചൊരു വിളംബരം, ഇത് നിങ്ങൾക്കുള്ള കൊട്ടാരല്ല നബിയെ, ഹാദാ ഖസ്റുൽ ലിഉമറ, ഇത് ഉമറിനുള്ള കൊട്ടാരമാണ്. ഉമർ റളിയല്ലാഹു അൻഹു വെച്ച് ഇങ്ങനെ പറയാണ്, ഫതദക്കറതു ഗീറതക യാ ഉമർ, നിങ്ങളുടെ സമ്മതമില്ലാതെ ആ കൊട്ടാരത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അതുകൊണ്ട് ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കടക്കാതെ തിരിച്ചു പോന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ അവകാശി അല്ലാതിരിക്കുവോ? എല്ലാ യോഗ്യതയും നേടിയല്ലോ സ്വർഗത്തിന്റെ അവകാശിയാവാൻ. ഈമാനിന്റെ ശക്തി, ഇഖ്ലാസിന്റെ ശക്തി. ഞാൻ ഇനി അതിലേക്കൊന്നും കടക്കുന്നില്ല. ചുരുക്കത്തില് ഈ നന്മകളിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ സ്വർഗം മാത്രമാണ്. എല്ലാ നേട്ടങ്ങളും നേടിക്കഴിഞ്ഞിട്ട് സ്വർഗം ഉണ്ടാക്കുക എന്നുള്ളത് നടക്കൂല. ഞാൻ ഈ അടുത്ത് കേട്ടൊരു പാട്ടുണ്ട്, ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അല്ലാനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അല്ലാനെ ഓർക്കുവാനായി ധരിക്കല്ലേ. വല്ലാത്ത വരികളാണത്. നിന്റെ ഇല്ലായ്മയൊക്കെ നീങ്ങിയിട്ട് നിന്റെ വീടൊക്കെ വലിയ വീടായിട്ട് പടച്ചോനെ ഓർക്കാന്ന് നീ വിചാരിക്കല്ലേ. അതിൽ ഒരു വരിയുണ്ട്, സ്വർഗലോകത്തിനു വേണ്ടി ഓടുന്നു ജോറിലായി, സ്വർഗലോകത്തിനു വേണ്ടി ഓടുന്നു ജോറിലായി, വാഴുന്നതോ എതിരായി, നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനെതിരായി വാഴുക എന്നാ പറയണത്. സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സ്വർഗത്തിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ മാർഗമുണ്ടെന്ന് നോക്കുന്ന കാലം അള്ളാഹുവിനെ വിസ്മരിക്കാതെ അള്ളാഹു നൽകിയ ഈ നിഅമത്തിൽ പരിപൂർണമായും സന്തോഷം രേഖപ്പെടുത്തി നമ്മളുടെ മക്കളുടെ ഖുർആനും ഇബാദത്തും ഒക്കെ പരിപൂർണമായും ശ്രദ്ധിച്ച് ദീനുമായിട്ട് മുന്നോട്ട് പോകാൻ